ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് മെയ് 28 എനർജിയാണ്, വെനസ്ഡേ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. പ്രത്യേകിച്ചും ലാസ്റ്റ് 3 days ആയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിലെ റീഡിംഗ് വന്നിട്ട് അസ്ട്രോളജിക്കൽ സൈൻ, നിങ്ങളുടെ രാശി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രാശി എന്താണ്, എവിടെയാണ് നിങ്ങളുടെ സൺ നിൽക്കുന്നത്, മൂൺ നിൽക്കുന്നത്, അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈം ഗ്യാപ്പിൽ വന്നിട്ട്. ഓൾറെഡി ഞാൻ പണ്ട് തുടങ്ങിയ ടൈമിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിഫറൻസ് എല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഒത്തിരി പഴയതായിരിക്കും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ രാശി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്, സൺ, മൂൺ, റൈസിങ്, നോർത്തിനോടൊക്കെ എന്താണ്, അത് കണ്ടുപിടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇനി വരുന്ന റീഡിങ്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് മെയ് 28 എനർജിയാണ്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർ ഈ ഒരു ദിവസം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട എനർജി എന്താണ്? ഓക്കെ, ഇവിടെ ക്ലൗഡ്സ് ആണ്. ടെമ്പററി പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ പേഴ്സണലി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അത് എന്താ പറയുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ഓൾഡർ വുമൺ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർ വുമൺ, പ്രായമായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള എനർജി എക്സ്ചേഞ്ചും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ഇവിടെ ബാക്കിൽ കർമ്മയാണ്. യു വിൽ റീപ്പ് വാട്ട് യു ഹാവ് സോൺ. നമ്മുടെ കർമ്മ എന്താണോ, പാസ്റ്റിൽ നമ്മൾ ചെയ്ത കർമ്മം എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കർമ്മ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഇൻഫോർമേഷനാണ്, എന്തെങ്കിലുമൊക്കെ അറിവ്, ന്യൂസ് വരുന്ന സമയത്ത് അതിൻ്റെ സത്യം എന്താണ്, റിയാലിറ്റി എന്താണ്, ട്രൂത്ത് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂത്ത് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ടെമ്പററി ചെറിയ ചെറിയ കുട്ടി കുട്ടി പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. താങ്ക് യു. ഹയറഫൻറ്റ് വന്നിട്ട് നമ്പർ 5 ചേഞ്ച്, മാറ്റങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളെ അലട്ടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ, കാഴ്ചപ്പാട്ടിലൊരു ഷിഫ്റ്റ്, ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് എനർജി, സ്പിരിച്വൽ എനർജി, ആത്മീയമായിട്ടുള്ള എനർജി, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ റീസൺ എന്തായിരിക്കും? ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങളുടെ ലൈഫിലോട്ട് ബാലൻസ്, സ്റ്റെബിലിറ്റി നിങ്ങളുടെ തിരിച്ചു വരുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻ ആൻഡ് യാങ് എനർജി, മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ആത്മീയമായിട്ട് കാര്യങ്ങളെ കാണുക, ഒന്നും പേഴ്സണലി എടുക്കാതിരിക്കുക, കുറച്ചും കൂടെ ഹ്യൂമർ സൈഡായിട്ട് കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്പർ 13 ആണ്, ഡെത്ത് ആൻഡ് റീബർത്ത്. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി മാറ്റങ്ങളുടെ എനർജിയാണ് കാണുന്നത്. റീബർത്തിൻ്റെ എനർജി,
ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. എഗെയിൻ 5 വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ടെമ്പററി ആയിട്ടുള്ള അപ്സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും. അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ഇതിലും മണി ഫിനാൻസിൻ്റെ എനർജിയാണ്, അതോടൊപ്പം തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, എൻവി, ദേഷ്യം, അസൂയയുടെ എനർജി, ഈഗോ ക്ലാഷസ് അങ്ങനെ വരുന്ന സമയത്തെല്ലാം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ എനർജി എന്താണ്, ട്രൂത്ത് എന്താണ്, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ട്, ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനലായിട്ട് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ താങ്ക് യു. ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും തൻ്റെ സ്റ്റാൻഡേർഡ് ഡൗൺ ചെയ്യാതെ, ഓക്കെ, തൻ്റെ ലൈറ്റ് ഡിം ചെയ്യാതെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേഴ്സണൽ ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ലെവലപ്പിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാലഞ്ചസ് ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണ്? എഗെയിൻ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, മണി ഫിനാൻസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്, മദർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഫെമിനിൻ എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഫെമിനിൻ എനർജി ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ എനർജി ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് മെയ് 28 എനർജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ കെയർഫുൾ ആകേണ്ട എനർജി നോക്കാം. താങ്ക് യു. ഇവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് പേ അറ്റൻഷൻ ടു യുവർ വർക്ക്, അതുപോലെ തന്നെ ലയൺ, ടൈം ടു ആക്ട്. ഫസ്റ്റ് നിങ്ങളുടെ കരിയർ വർക്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അത് ബോൾഡായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ലയൺ വന്നിട്ട് എന്തെങ്കിലും ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ദേഷ്യം, ആങ്കർ ഇഷ്യൂസിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഓവറായിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾ എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് ബോൾഡായിട്ട് തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് നോക്കാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണോ അത് ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കരിയറായിട്ട്, വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേർക്ക് അറ്റൻഷൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിർത്തുന്നത്, നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്, അതും ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് അതും നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, പ്യൂരിഫൈ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ചിന്തകൾ പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ടും ശ്രമിക്കുക. അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. താങ്ക് യു. 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇതിലൊത്തിരി സോറോ, ഒത്തിരി വിഷമത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ എന്താ പറയുക, കർമ്മ എന്ന് പറയും. പാസ്റ്റിലെ കർമ്മയായിരിക്കാം, ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കാം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി
നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറേ കൂടെ സഹായിക്കുന്നതാണ്. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത്, കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ചും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നമ്മളൊരു ഡിനയലിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല, അങ്ങനത്തെ ഒരു എനർജിയിലോട്ട് വരുന്നതാണ്, ഒത്തിരി റെസിസ്റ്റൻസ് വരുന്നതാണ്. അതിന് പകരം സത്യം എന്താണ്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് തെറ്റ് വന്നത്, എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെസ്സഞ്ചറെ അല്ല, ആ ഒരു മെസ്സേജാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സഹായമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഡിവൈൻ സപ്പോർട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും. ഫ്രണ്ട്ഷിപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, ഫാമിലിയുടെ രൂപത്തിലായിരിക്കാം, ഒത്തിരി സപ്പോർട്ട് ഗ്രൂപ്പ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, 3 of Wands ഓവറോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, എഗെയിൻ ആ ഒരു ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ലൈഫിൽ എങ്ങനെ കുറച്ചും കൂടെ ഒരു പാഷൻ കൊണ്ടുവരാം, കറേജ് കൊണ്ടുവരാം, ധൈര്യം കൊണ്ടുവരാം, അതിലോട്ടെല്ലാം നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്ട്രെങ്ത്തിൻ്റെ എനർജി, ഡിസിഷൻസ് എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി ഇന്നർ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. 6 of Pentaclesൻ്റെ എനർജി, ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു കർമ്മ റിട്ടേണിൻ്റെ എനർജിയാണ്. നല്ല കർമ്മങ്ങൾക്ക് ഈ ഒരു ദിവസം ഒത്തിരി റിവാർഡ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നസെൻസ്, നിങ്ങളുടെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള എനർജി, അത് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. 2 of Cupsൻ്റെ എനർജി, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ആ ഒരു ഡിവൈൻ യൂണിയൻ്റെ ബ്ലെസ്സിങ് ആയിരിക്കാം, ഒരു സപ്പോർട്ടിൻ്റെ എനർജി ആയിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സിൽ എഗെയിൻ ഒത്തിരി പാഷൻ്റെ എനർജി, ട്രാവൽ ബ്ലെസ്സിങ് കുറച്ച് പേർക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഫയർ, ഒത്തിരി പാഷനും കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കാം. ബിസിനസ് ട്രാവൽസ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. മൂണിൻ്റെ എനർജി, ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്ത്, ഒരു റൂട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നതാണ് ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ഈ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സിൽ ഒത്തിരി എനർജിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, സാഡ്നെസ് വന്നാലും അത് മറികടക്കാനായിട്ടുള്ള ആ ഒരു ഊർജം, ആ ഒരു ഫയർ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ഗുഡ് ലക്കിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭാഗ്യം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.